ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ഡ്രൈവർ സതീശൻ ADN ജോണിനോട് പറയുന്നു, സാറിനറിയില്ലേ സത്യഭാമേ, പണ്ട് വലിയ പ്രതാപത്തിൽ ജീവിച്ചിരുന്നതാ, പൈസയൊക്കെ പലിശയ്ക്ക് കൊടുത്തും പഞ്ചായത്ത് നടത്തിയൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, ഇതാ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചാൽ എന്നിങ്ങനെ ജോൺ ചോദിക്കുമ്പോൾ സതീശൻ പറയാം, സാറിന് മനസ്സിലായില്ലേ, നമ്മുടെ കളക്ടറുടെ അമ്മായിയമ്മയായത്. അന്നേരമാണ് ജോണിന് മനസ്സിലാകുന്ന സത്യഭാമ ഇതാണ് വിഷ്ണുവിൻ്റെ അമ്മ, ശാലിനിയുടെ അമ്മായിയമ്മ. ഞാൻ പണ്ടേ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ പലിശയ്ക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ കുറച്ച് ഉടക്കും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ സതീശൻ ജോണിനോട് പറയുമ്പോൾ ജോൺ പെട്ടെന്ന് ആ കാറിൽ നിന്ന് ഇറങ്ങി അങ്ങ് വെളിയിലോട്ട് വരുവാണ്. എന്നിട്ട് നേരെ സത്യഭാമയുടെ അടുത്തോട്ടാണ് പോകുന്നത്. എന്നിട്ട് ശരിക്കും ഒരു അഭിനയം തന്നെ നടത്തുവാണ് ജോൺ അവിടെ. സത്യാമ്മയുടെ സതീശൻ പറയുക, എനിക്ക് സതീശൻ പറഞ്ഞപ്പോഴാണ് ആളിനെ മനസ്സിലായത്. പണ്ടെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, പക്ഷെ അത് നേരിട്ടല്ലെന്ന് മാത്രം, അതുകൊണ്ടാണ് കണ്ടിട്ട് മനസ്സിലാകാതെ പോയത് എന്നൊക്കെ ജോൺ തകർത്ത് അഭിനയിച്ച് പറയുവാണ് നമ്മുടെ സത്യാമ്മയോട്. സത്യാമ്മ ജോണിനെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് സത്യാമ്മയ്ക്ക് ഒന്നോട്ട് മനസ്സിലാകുന്നില്ല. സത്യാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് സത്യാമ്മയുടെ ജോൺ പറയുന്നത്, വേണ്ട ആ വളവ് കഴിഞ്ഞ് കാണുന്നതാണ് എൻ്റെ ഓഫീസ്. ജോൺ പറഞ്ഞിടത്തോട്ട് സത്യാമ്മ നോക്കുമ്പോൾ അവിടെ കാണുന്ന കളക്ട്രേറ്റ് ആണ്. അതിനത് കളക്ട്രേറ്റ് അല്ലേ എന്ന് സത്യാമ്മ ചോദിക്കുന്നുണ്ട്. അയ്യോ അതല്ല, അതിൻ്റെ അപ്പുറത്താണ് എൻ്റെ ഓഫീസ്. അവിടെ ആണെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞാൽ അവരൊക്കെ കേൾക്കും. എൻ്റെ കൂടെ വന്നാൽ ഈ സാധനങ്ങളെല്ലാം ഉടനെ ഞാൻ കച്ചവടമാക്കി തരാം എന്നൊക്കെ ജോൺ ഇങ്ങനെ സത്യാമ്മയോട് പറയുവാണ്. സത്യാമ്മ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, അത് വേണ്ട, അത് ശരിയാവില്ല. ADN ജോൺ വിടുന്ന പാടില്ല, അവൻ എങ്ങനെയെങ്കിലും ശാലിനിയെ കളിയാക്കണം. ആ ഒരൊറ്റ ഉദ്ദേശമാണ്. അവൻ വീണ്ടും സത്യാമ്മയോട് പറയാം, ആ കളക്ടർ ഓഫീസിൻ്റെ ഗേറ്റിൽ കൂടെ കയറണ്ട, അപ്പുറത്ത് ആ സൈഡ് പുറകിൽ ഒരു ഗേറ്റ് ഉണ്ട്, അതിൽ കൂടി വന്നാൽ മതി. എന്തായാലും ഇതെല്ലാം കച്ചവടം ചെയ്യാനുള്ളതല്ലേ, അതിൽ കുറച്ചിലായിട്ടൊന്നും കാണണ്ട എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മയോട് പറഞ്ഞിട്ട് ജോൺ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ കടക്കാരനും പറയുന്നുണ്ട്, അയാൾ അത്രയൊക്കെ പറഞ്ഞതല്ലേ, ഒന്ന് ചെന്ന് നോക്ക്, ഇത് മുഴുവൻ വിറ്റ് കിട്ടിയാൽ പിന്നെ ലാഭമല്ലേ. ജോൺ കാറിൽ കയറി പോകുമ്പോൾ സതീശനോട് പറയുന്നുണ്ട്, കളക്ടർക്കിട്ട് നല്ല ഒരു ഉഗ്രനൊരു പണിയാണ് കൊടുക്കാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് സതീശനും സത്യാമ്മയെ നിർബന്ധിക്കുവാണ്, പോയിട്ട് വാ സത്യാമ്മ, നല്ല കച്ചവടം നടക്കും, സാറ് പറഞ്ഞതല്ലയോ. ജോണാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ വലിയ പ്ലാനോടുകൂടി പോവുകയാണ്. ശാലിനിയുടെ ഓഫീസിന് ഞാൻ പൂട്ടിക്കും, നമ്മുടെ ആൾക്കാരായിട്ട് കുറച്ച് പേര് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ കുറേ ആൾക്കാരെയൊക്കെ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. ഈ സമയം ശാരദാമ്മയുടെ വീട്ടിൽ അനൂപും നൂർജഹാനും പോകാനായിട്ട് ഒരുങ്ങുവാണ്. ശാരദാമ്മയും ഗോപാലേട്ടനും അടുത്ത് തന്നെ ഉണ്ട്. ശാരദാമ്മ അനൂപിനോട് പറയുക, അനൂപേ, നിന്റെ ഈ ചുറ്റിക്കളിയൊക്കെ നിർത്തിക്കണം, ഇങ്ങനെ ആരോടും പറയാതെ പോകുന്ന ഈ പോക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മര്യാദയ്ക്ക് നിർത്തിയിട്ട് രണ്ടുപേരുടെ ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണം. ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതിനോട് ഓർക്കണം, അത് നിന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു കരുതലുണ്ടാകണം എന്നൊക്കെ ശാരദാമ്മ അനൂപിനോട് പറഞ്ഞിട്ട് പിന്നെ നൂർജഹാനോട് പറയുക, മോളെ, നീ ഇവൻ്റെ മേലൊരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ വീട് അനൂപിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ വേണോ അതൊക്കെ നോക്കി നടത്താൻ. ചോദിക്കാനും പറയാനൊക്കെ ആളൊക്കെ ഉണ്ട് കേട്ടോടാ എന്നൊക്കെ അനൂപിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോകാൻ ഒരുങ്ങുമ്പോൾ കുറച്ച് പൈസ ഒക്കെ എടുത്ത് ശാരദാമ്മ അനൂപിൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുവാണ്. ഇത് വെച്ചോ, ഒരു വഴിക്ക് പോകുന്നതല്ലേ, എൻ്റെ കയ്യിൽ കാശൊക്കെ ഉണ്ട് ശാരദാമ്മ എന്നിങ്ങനെ അനൂപ് പറയുമ്പോൾ, എന്നാലും അത് വാങ്ങിച്ച് നിന്റെ കയ്യിൽ വെച്ചോടാ എന്നിങ്ങനെ ഗോപാലേട്ടൻ പറയുന്നു. അപ്പോൾ ശാരദാമ്മ ആ പൈസ അനൂപിൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുവാണ്. എന്നിട്ട് അനൂപിനോട് പറയുന്നു, ആ അബൂബേക്കറും കൂട്ടരും ഒക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളിനി ഇറങ്ങാൻ നോക്ക്, അവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ അങ്ങ് ചെന്ന് എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ഗോപാലേട്ടൻ പറഞ്ഞു, നീ ചെന്ന് ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയണം, അവൻ്റെ ഒരു കണ്ണ് നിങ്ങളുടെ മേൽ ഉണ്ടാകണമെന്ന് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം. അപ്പോൾ ശാരദാമ്മയെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നൂർജഹാനും അനൂപും ഒക്കെ അങ്ങനെ പോവുകയാണ്. ശാരദാമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഒരാപത്തും കൂടാതെ അവരങ്ങ് ചെന്ന് എത്തിയാൽ മതിയായിരുന്നു, ആ ചന്ദ്രബോസിൻ്റെ മുന്നിലെങ്ങും ചെന്ന് ചാടാതിരുന്നാൽ മതി. ഗോപാലേട്ടൻ പറയുന്നു, ആ അബൂബേക്കർക്കാണെങ്കിൽ ഈ കൊച്ചിൻ്റെ സ്വത്തിലാണ് കണ്ണു മുഴുവനും. അത് കേട്ടിട്ട് ശാരദാമ്മ പറയുക, ആ സ്വത്തല്ല അയാൾക്കങ്ങ് കൊടുത്തേക്കായിരുന്നു, ആ കൊച്ചുങ്ങളെ അങ്ങ് ജീവിക്കാൻ വെറുതെ വിട്ടാൽ മതി എന്നിങ്ങനെ ശാരദാമ്മയും ഗോപാലേട്ടനും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ IG ഹമീദിൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. തൊട്ടുപുറകെ തന്നെ അബൂബേക്കറിൻ്റെ വണ്ടിയും ഉണ്ട്. ഗോപാലേട്ടനും ശാരദാമ്മയും ആ മുറ്റത്ത് തന്നെ നിൽക്കുമായിരുന്നു. ഹമീദ് പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി ഗോപാലേട്ടൻ്റെ ശാരദാമ്മയുടെ അടുത്ത് പറയുക, നൂർജഹാൻ എവിടെ, അവരെ ഇങ്ങോട്ട് ഇറക്കി വിട്, അവരിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നത്, അനൂപിനെ വിളിക്ക് എന്നൊക്കെ IG ഹമീദ് വലിയ അധികാരത്തിൽ പറയുവാണ്. അപ്പോൾ ഗോപാലേട്ടൻ IGയോട് പറയാ, സാർ ഇതിനൊന്നും കൂട്ടു നിൽക്കല്ലേ, അവര് നിയമപരമായിട്ട് വിവാഹം കഴിച്ചതാ, അതുകൊണ്ട് അവരെ അങ്ങ് വിട്ടേര്, അവർ പോയി സുഖമായിട്ട് എവിടെയെങ്കിലും ജീവിക്കട്ടെ
അപ്പോൾ IG ഹമീദ് നടുവ് മാറ്റി പിടിക്കുവാണ്. ഗോപാലകൃഷ്ണൻ, നിങ്ങൾക്ക് തെറ്റി. അബൂബക്കറാണെങ്കിൽ അവരെ ഇപ്പോൾ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി വിവാഹം കഴിപ്പിക്കാൻ തയ്യാറാണ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അനൂപിൻ്റെ പേരിൽ ഒരു തല്ലുകേസുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വിളിക്ക്, അവരുടെ മുന്നിൽ വെച്ചാകാം സംസാരം. അപ്പോൾ നമ്മുടെ ഗോപാലേട്ടന് മനസ്സിലാകുന്നുണ്ട് IG വെറുതെ കള്ളത്തരം പറയുകയാണെന്ന്. ഗോപാലേട്ടൻ നല്ല മാന്യമായ രീതിയിൽ പറയുക, സാർ ഈ പറയുന്നതൊക്കെ പച്ച കള്ളമാണെന്ന് എനിക്കറിയാം. പിന്നെ അവരെ വിളിച്ചോണ്ട് പോയി വിവാഹം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞതും കള്ളമാണ്. ഇത് സാറിനും അറിയാം, അബൂബക്കറിനെ കുറിച്ച് അറിയാവുന്നവർക്കും അറിയാം. പിന്നെ അബൂബക്കർക്ക് നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി വിവാഹം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലേ വല്ല സമൂഹ വിവാഹവും നടത്താൻ പറ. അനൂപും നൂർജഹാനും എന്തായാലും വിവാഹം കഴിച്ചു. അവരിനി ഒന്നിച്ച് ജീവിക്കട്ടെ, അതിനു വേണ്ടിയിട്ട് അവരിപ്പോൾ ഒരു യാത്രയിലാണ്. അവരങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങട്ടെ. അവർ ദാണ്ട് ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ഇവിടെ നിന്നാൽ അവരെ പിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി അവർക്ക്. ഈ സമയമെല്ലാം അബൂബക്കർ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണ്, പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല. ഹമീദാണെങ്കിൽ സൈബർ സെല്ലോട്ട് ഫോൺ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. അനൂപിൻ്റെ നൂർജഹാൻ്റെ നമ്പർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറയുന്നുണ്ട്. അവരെ ഇവിടം വിട്ട് പോകാൻ അനുവദിക്കരുത് എന്നൊക്കെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അബൂബക്കർ അപ്പോൾ അവൻ്റെ ഗുണ്ടകളോട് പറയുന്നത്, വാടാ, അവരെ ഇവിടുന്ന് വിടാൻ അനുവദിക്കരുത്, അവനങ്ങനെ മിടുക്കനാവണ്ട എന്നും പറഞ്ഞ് അബൂബക്കറുമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശാരദാമ്മ ഗോപാലൻ്റെ ചോദിക്കുന്നു, എന്തിനാ ഗോപാലേട്ട അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഇപ്പോൾ അവരെ പിന്തുടർന്ന് കണ്ടുപിടിക്കത്തില്ലയോ? അതിനെന്താ ശാരദേ, അവരെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർ രണ്ടുപേരും സമൂഹത്തിൻ്റെ മുന്നിൽ വിവാഹം കഴിച്ചവർ തന്നെയാണ്. അത് മാത്രമല്ല, മക്കളിപ്പോൾ സിറ്റി വിട്ട് കാണും, അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപാലേട്ടൻ വളരെ കൂളായിട്ട് അങ്ങ് പോവുക. ശാരദാമ്മ ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ അവരുടെ മുന്നിൽ പെടുത്തല്ലേ, അവരെ കാത്തുരക്ഷിച്ചോണേ എന്നൊക്കെ കൈ തൊഴുത് ദേവിയെ പ്രാർത്ഥിക്കുവാണ് ശാരദാമ്മ. ഈ സമയം ഇതൊന്നും അറിയാതെ അനൂപും നൂർജഹാനും കാറിലിങ്ങനെ സന്തോഷത്തോടെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവരിങ്ങനെ യാത്ര ചെയ്യുവാണ്. നൂർജഹാൻ വളരെ സന്തോഷത്തോടെ പറയുക, എനിക്കിപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. അപ്പോൾ അനൂപ് പറയുക, ഞാനുള്ളപ്പോൾ താൻ എന്തിനാ പേടിക്കുന്നത്? എനിക്കെൻ്റെ അനൂപ് മാത്രം ഉള്ളതാണ് ഒരാശ്വാസം. അതിനെന്താടോ, തൻ്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരിങ്ങനെ സന്തോഷത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പക്ഷേ ഈ സമയത്ത് ആ സ്റ്റേഷനിൽ ഒരു പോലീസ് വണ്ടി ഇവരുടെ വണ്ടിയെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അനൂപ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഗ്ലാസ്സിൽ കൂടെ അവനത് കാണുകയും ചെയ്യുന്നുണ്ട്. അതൊരു പോലീസ് വണ്ടിയാണല്ലോ എന്നിങ്ങനെ അനൂപ് പറയുമ്പോൾ നൂർജഹാനും തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത്, അതെ, അത് പോലീസ് വണ്ടി തന്നെയാണല്ലോ. നൂർജഹാൻ അത് കണ്ട് പേടിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് പറയുന്നുണ്ട്, താൻ എന്തിനാണോ ടെൻഷനാകുന്നത്? നമ്മൾ നിയമപരമായി വിവാഹം കഴിച്ചവരല്ലേ? അതൊക്കെ ശരി തന്നെയാണ് അനൂപെ, പക്ഷേ മാമയുടെ ഫ്രണ്ടാണ് ആ IG ഹമീദ്. അയാൾ അനൂപിനെ എന്തെങ്കിലും കള്ളക്കേസിൽപ്പെടുത്തി പിടിച്ചകത്തിടും എന്നൊക്കെ നൂർജഹാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുവാണ്. നൂർജഹാൻ പറഞ്ഞതിനോട് അവനും യോജിക്കുവാണ്. ചിലപ്പോൾ അങ്ങനെ വല്ലതും ചെയ്താലോ എന്ന് വിചാരിച്ച് അനൂപ് വണ്ടിയുടെ സ്പീഡ് കൂട്ടി ഓടിക്കുവാണ്. പക്ഷേ പോലീസ് ജീപ്പ് വേറൊരു വഴി കൂടെ ക്രോസ് ചെയ്തു വന്ന് അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് വണ്ടിയുടെ ഗ്ലാസ് താക്കാൻ പറയുന്നുണ്ട് അനൂപിനോട്. അവരെ രണ്ടുപേരെയും നോക്കിയിട്ട് ആ പോലീസുകാരൻ പറയുന്നു, പോലീസുകാരെയൊക്കെ മണ്ടരാക്കിയിട്ട് നീ ഇവളെയും കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോടാ. അപ്പോൾ അനൂപ് പറയുന്നുണ്ട്, സാറേ, ഇതെൻ്റെ വൈഫാണ്, ഇത് നിൻ്റെ വൈഫല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ വന്നത് നിന്നെ അറസ്റ്റ് ചെയ്യാനാ. 2020 ബോയ്സ് ഹൗസിലെ ഒരു കുത്തുകേസുണ്ടല്ലോ, അതിലെ കണ്ടാലറിയാവുന്നൊരു പ്രതി നീ മാത്രമാണ്. അതുകൊണ്ട് റിമാൻഡ് ഇല്ലെങ്കിലും നിന്നെ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് ലോക്കപ്പിലിടാനാ ഉത്തരവ്. അതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറയുമ്പോൾ വേറൊരു കോൺസ്റ്റബിൾ വന്ന് ആ കാറിൻ്റെ ഡോർ അങ്ങ് തുറക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് കാറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിടിച്ചുവനെ വണ്ടിയിലോട്ട് കയറ്റടോ എന്നായി SI മറ്റുള്ള കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ നൂർജഹാൻ ഓടിച്ചെന്ന് അനൂപിനെ പിടിക്കുകയാണ്. ഇല്ല, അനൂപിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഇത് കള്ളക്കേസാണ്. ദാണ്ടെ ഞങ്ങളുടെ ജോലിക്ക് തടസ്സം നിന്നാലുണ്ടല്ലോ, കൊച്ചെ, നിന്നെയും പിടിച്ച് ഞാൻ ഞങ്ങൾ അകത്തിടും. അത് കേട്ട് നൂർജഹാൻ പറയാം, പിടിച്ചോണ്ട് പൊയ്ക്കോ, എന്നെ കൊണ്ട് അകത്തിട്ടോ, പക്ഷെ അനൂപിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, എനിക്കറിയാം, ഇത് നല്ലതുപോലെ അറിയാം, ഇത് കള്ളക്കേസാണ് എന്ന് പറയുമ്പോൾ SI മറ്റുള്ള കോൺസ്റ്റബിളോട് പറയുന്നു, ഈ പെണ്ണിനെ പിടിച്ച് മാറ്റണം അങ്ങോട്ട്. അത് കേട്ടിട്ടൊരു കോൺസ്റ്റബിൾ പെട്ടെന്ന് നൂർജഹാൻ്റെ കൈക്ക് പിടിച്ച് വലിക്കുവാണ്, ഇങ്ങോട്ട് മാറു കൊച്ചെ എന്നും പറഞ്ഞു. അത് കണ്ട് അനൂപിനും ദേഷ്യം പെടുന്നു. അവിടെ കയ്യെന്ന് വിടവളെ എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട്. നൂർജഹാനെ ആ കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനൊക്കെ അനൂപ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശാലിനിയും വിഷ്ണുവും അങ്ങോട്ട് വരുന്നുണ്ട് കാറിൽ. കളക്ടർ ബോർഡ് വെച്ച വണ്ടിയാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ പോലീസുകാരൻ ഓടിപ്പോയി പെട്ടെന്ന് ആ തൊപ്പിയെടുത്ത് തലയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ കാറിൽ വെച്ച് തന്നെ ആ തൊപ്പിയൊക്കെ എടുത്ത് ശാലിനിയുടെ മുന്നിൽ സല്യൂട്ട് ചെയ്യുന്നുണ്ടായ SI.
അങ്ങനെ ശാലിനിയെയും വിഷ്ണുവിനെയും ഒന്നിച്ച് കണ്ടപ്പോൾ അനൂപിനും നൂർജഹാനും ഒരുപാട് സന്തോഷമായി, ആശ്വാസവും സമാധാനവും ഒക്കെയായി. ശാലിനി എന്നിട്ട് എസ്ഐയോട് ചോദിക്കുന്നു, ഈ കയ്യാങ്കളിയൊന്നും ഇവിടെ വേണ്ട, അത് ഒരു സ്ത്രീയുടെ അടുത്ത് അവളുടെ കൈ വിടറോ എന്നിങ്ങനെ പോലീസുകാരനോട് ദേഷിച്ച് പറയുന്നുണ്ട് ശാലിനി. പെട്ടെന്ന് കോൺസ്റ്റബിൾ പേടിച്ച് നൂർജഹാന്റെ കയ്യിൽ നിന്നങ്ങ് വിടുവാണ്. ശാലിനി എന്നിട്ട് ദേഷ്യത്തോട് തന്നെ ഐജിയോട് ചോദിക്കുന്നു, ഇവൾ ചെയ്ത കുറ്റം എന്താണ്? ഐജി പറയുന്നു, കുറ്റം ചെയ്തത് ഇവളല്ല, അവനാണ് കുറ്റം ചെയ്ത്, അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ ഈ കുട്ടി കയറി തടഞ്ഞതാണ്. എന്തു തന്നെയായാലും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് തൊടാൻ ഇവിടെ നിയമമില്ല. എന്നിട്ട് ശിക്ഷ കിട്ടാവുന്ന ആ സെക്ഷനൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട് ശാലിനി. എന്താ അകത്ത് പോയി കിടക്കണോ? പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ ആരെയെങ്കിലും കിട്ടിയാലേ അവരെ കൊണ്ടുപോയി കൂമ്പിനിട്ടിടിക്കുക. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന പോലീസുകാരെല്ലാം ഇപ്പോൾ തോളിലെ നക്ഷത്രം എണ്ണി കിടക്കുക, അങ്ങ് സെൻട്രൽ ജയിലിൽ അഴിയെണ്ണി കിടക്കുക. ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ പ്രൂഫായിട്ടിരിക്കുന്ന സമയമാണ്. ആരെങ്കിലും ഇതൊന്ന് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലോട്ടൊന്ന് ഇട്ടാൽ മതി. പിന്നെ തോളിൽ എത്ര നക്ഷത്രമുള്ളവനായാലും തൊപ്പിയൊക്കെ പോയി വീട്ടിൽ പോയി കുത്തിയിരിക്കത്തതേ ഉള്ളൂ. എന്താ പോയി കിടക്കണോ എന്നിങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടറോട് ചോദിക്കുന്നുണ്ട്. ശാലിനി ആ പറഞ്ഞതൊക്കെ കേട്ട് തലകുനിച്ചിങ്ങനെ നിൽക്കുവാണ് അയാൾ. അതും മേഡം 2020 അനൂപ് ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അനൂപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് IG ഹമീദ് സാർ ഉത്തരവിട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് അനൂപിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് എനിക്ക് IG സാറിൻ്റെ ഓർഡർ അനുസരിക്കേണ്ടി വരും. ഇത്രയും നേരം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ വിഷ്ണു പതുക്കെ അങ്ങോട്ട് വരുവാണ്. അതെ സാറേ, ഇതൊരു കള്ളക്കേസാണെന്നും IG ഹമീദ് അനൂപിനെ കൊടുക്കാനായിട്ടുണ്ടാക്കിയ ഒരു കെണിയാണെന്നും സാറിന് നന്നായിട്ടറിയാം. അബൂബക്കർ എന്ന ഭൂലോക ഫ്രാഡിന് വേണ്ടി IG ഹമീദ് സാർ നടത്തുന്ന ഒരു തെരുവ് നാടകത്തിന്റെ ക്ലൈമാക്സിലോട്ട് കളക്ടർ ശാലിനി വിഷ്ണു വന്ന് കയറുമെന്ന് സാർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? അതുകൊണ്ട് രണ്ട് കൂട്ടർക്ക് മെനക്കേടുണ്ടാക്കാതെ ഇത് ഇവിടെ വച്ചങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. വിഷ്ണു അങ്ങനെയൊക്കെ പറഞ്ഞതാ സർക്കിൾ ഇൻസ്പെക്ടറിന് തീരെ പിടിച്ചില്ല. വിഷ്ണു പറയുന്നതിനൊക്കെ സപ്പോർട്ട് പോലെ ശാലിനി ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ സർക്കിൾ ശാലിനിയോട് ചോദിക്കുന്നു, മേഡം ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, ഇതൊക്കെ ചോദിക്കാനായിട്ട് ഇയാൾ ആരാണ്? പക്ഷെ ശാലിനിയല്ല, വിഷ്ണുവാണ് അതിന് മറുപടി കൊടുക്കുന്നത്. പൊതുജനമാണ് സാറേ. പണ്ടൊക്കെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ മുമ്പിലോട്ട് മുതുക് കാണിച്ചു കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അനീതിക്കെതിരെ കോടതിയും നിയമങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവർക്ക് ആ പൊതുജനങ്ങൾ മുന്നിട്ട് നിൽക്കുക തന്നെ ചെയ്യും. ആ വിശ്വാസം ഒന്നും അങ്ങോട്ട് തല്ലിക്കെടുത്തരുത്. വിഷ്ണു ഇത്രയൊക്കെ പറയുമെന്ന് സർക്കിളും വിചാരിച്ചില്ല. സർക്കിൾ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ശാലിനി പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഈ ശാലിനി വിഷ്ണു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ശാലിനി ആ സർക്കിൾ ഇൻസ്പെക്ടറോട് പറയുന്നു, കളക്ടർ ശാലിനി വിഷ്ണു ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോവുകയാണ്. ഇതിലുണ്ടാകുന്ന എന്ത് നടപടിക്കും ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അനൂപേ വാ ചെന്ന് കാറിൽ കയറ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അനൂപും നൂർജഹാനും കാറിൽ കയറാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് IG ഹമീദും അബൂബക്കറും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അബൂബക്കറാണെങ്കിൽ നൂർജഹാനെ കണ്ടിട്ട് ആ കാറിൽ നിന്ന് അവൻ ഇറങ്ങി ഓടി വന്ന് എടി ഒരുമ്പെട്ടവളെ എന്നും വിളിച്ചുകൊണ്ട് നൂർജഹാനെ അടിക്കാനൊരുങ്ങുവാണ്. അത് കണ്ടിട്ട് അനൂപ് മുന്നിലോട്ട് വന്ന് അവൻ്റെ കൈ അങ്ങ് തടയുവാണ്. തൊട്ടു പോകരുത് അവളെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ IG ഹമീദ് സർക്കിൾ ഇൻസ്പെക്ടറോട് ചോദിക്കുന്നു, എന്താ ഇവരെ അറസ്റ്റ് ചെയ്തില്ലേ? ഇല്ല സാർ, അറസ്റ്റ് ചെയ്തില്ല, മേഡം അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ IG ശാലിനിയോട് സംസാരിക്കുവാണ്, മേഡം നിങ്ങളുടെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയുടെ മകനാണ് ഈ അനൂപ് എന്ന് കരുതി രക്ഷിച്ചുകൊണ്ട് പോകാനും ഈ കേസിൽ ഉൾപ്പെടുത്താതെ കൊണ്ടുപോകാനും ഒന്നും പറ്റില്ല. അതിനെല്ലാം വ്യക്തമായ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ജില്ലാ കളക്ടർക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കത്തില്ല. അപ്പോൾ ശാലിനി പറയുവാണ്, ഈ അനൂപാണെങ്കിൽ താങ്കളുടെ ഉറ്റ സുഹൃത്തായ അബൂബക്കറിൻ്റെ ഭാര്യയുടെ സഹോദരൻ്റെ മകളെ വിവാഹം കഴിച്ചതുകൊണ്ട് ഈ കേസിൽ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയതാണെന്നും പറയാനായിട്ട് സാധിക്കുമല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കോളേജ് ഹോസ്റ്റലിലെ ആ സംഭവം, അന്നത്തെ ദിവസം അനൂപ് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലെ പൗർണമി പൂജയിലുണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം അവൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അനൂപിന് വേണ്ടി കോടതിയിൽ സാക്ഷി പറയാൻ വരുന്നത് ഈ ജില്ലാ കളക്ടറായ ശാലിനി വിഷ്ണുവാണ്. അതുകൊണ്ട് അനൂപിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനായിട്ട് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർക്കുണ്ടെന്നുള്ള കാര്യം ഞാൻ IG പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ IG ഹമീദിന് ഒന്നും മിണ്ടാനില്ല. IG ഹമീദ് വിചാരിച്ചില്ല ശാലിനി അവിടെ വരുമെന്നും ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്നും ഒന്നും പ്രതീക്ഷിച്ചില്ല. കാള പെട്ടെന്നറിഞ്ഞുകൊണ്ട് കയറും കൊണ്ട് ഓടി വന്നതായിരുന്നു IG ഹമീദ്. എന്നിട്ട് ശാലിനി അനൂപിനോട് പറയുന്നു, അനൂപേ നീ നൂറിനെയും കൂട്ടിക്കൊണ്ട് പോയി ആ കാറിൽ കയറിയിരിക്കും,
ഇതെല്ലാം കണ്ട് അബൂബക്കർ ഇങ്ങനെ ദേഷ്യത്തിൽ തിളച്ച് മറിഞ്ഞു നിൽക്കുവാണ്. ഒരു പ്രാന്തനെ പോലെ കിടന്നവൻ അലറുക, എന്താ സാറേ ഇത്, അവനെ അറസ്റ്റ് ചെയ്യ് സാറേ, ഇവനോടൊപ്പം നൂറിനെ പോകാൻ അനുവദിക്കരുത്, അവരെ അറസ്റ്റ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് അവനോടെ കിടന്ന് ബഹളം കൂട്ടുവാണ്. അവൻ്റെ ആ തുള്ളലും ഭ്രാന്തും ഒക്കെ കണ്ടിട്ട് നമ്മുടെ വിഷ്ണു അങ്ങോട്ട് അടുത്തോട്ട് വന്നിട്ട് പറയാം, ഹലോ ഹലോ ഹലോ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാവോ? ഈ നിയമം അറിയുന്നവർ തമ്മിൽ സംസാരിക്കുമ്പോഴേ ഈ നിയമം അറിയാത്ത നമ്മളെ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. അവർ തങ്ങളെ സംസാരിച്ച് ക്ലിയർ ചെയ്യട്ടെന്നേ. അല്ലെങ്കിൽ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഈ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യമെന്ന്. അതുകൊണ്ട് നമുക്കൊന്നും അറിഞ്ഞും കൂടെ, അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ അബൂബക്കറിൻ്റെ തോളത്ത് പിടിച്ച് അമക്കിക്കൊണ്ടാണ് വിഷ്ണു പറയുന്നത്. അബൂബക്കറിനറിയാം ഇടഞ്ഞാൽ ഇന്നലെ കിട്ടിയ അടി ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടിയായിരിക്കും കിട്ടുന്നതെന്ന്. വിഷ്ണു അങ്ങനെ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അബൂബക്കർ അനങ്ങാതെ അങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് വിഷ്ണു ഹമീദിനോട് പറയാ, ഹമീദ് സാറേ, അല്ല ഈ കേസ് ഇപ്പോൾ ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്. ഇതിപ്പോൾ അബൂബക്കറിന് വേണ്ടി സാറിപ്പം മനഃപൂർവ്വം കള്ളക്കേസൊക്കെ ഉണ്ടാക്കി അനൂപിനെ കുറ്റക്കാരനാക്കാൻ നോക്കുകയാണെന്ന്. അപ്പോൾ അതിനിടയിലേക്ക് കളക്ടർ ശാലിനി വിഷ്ണു വന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള തെളിവുകളൊക്കെ തന്നപ്പോൾ കേസ് ഇവിടെ അവസാനിക്കുമല്ലേ. ഇതൊക്കെ ആ കൂട്ടുകാരനെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും സാറേ. ശാലിനി ഐജിയോട് പറയുന്നു, തീർന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും. ഇയാളാണെങ്കിലേ ഈ അബൂബക്കർ നൂർജഹാന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നതാണെന്നും ഈ കുട്ടിയെ ഒരുപാട് ദേഹോപദ്രവം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ നൂർജഹാൻ കോടതിയിൽ വന്ന് പറയും. അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിന് IASഉം IPSഉം തമ്മിൽ ഒരുങ്ങണോ? അല്ല, വേണമെങ്കിൽ പറ, ഇയാൾ ചെയ്ത ക്രൂരതകളുണ്ടല്ലോ, അനൂപിനെ കെട്ടിയിട്ട് ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിച്ചത്, ആ കേസുകളൊക്കെ അങ്ങോട്ട് വരുമ്പോഴേ ഹമീദ് സാറിൻ്റെ ഒരു സ്വാധീനവും അവിടെ വില പോകില്ല. പിന്നെ എന്തൊക്കെ തെളിവുകൾ നിരത്തിയാലും ബാപ്പ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കണ്ണുനീരെന്തായാലും കോടതി കാണാതിരിക്കില്ല. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ ശാലിനി തീർത്തു പറയുമ്പോൾ IG ഹമീദിന് ഉത്തരം മുട്ടി ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ വിഷ്ണു വീണ്ടും പറയുന്നുണ്ട്, അപ്പോൾ ഇതെല്ലാം അങ്ങ് തീരുവല്ലേ സാറേ, അപ്പോൾ ഇനി പോകുമല്ലേ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. മറ്റുള്ള പോലീസുകാരും ആരും ഒന്നും മിണ്ടുന്നില്ല. അബൂബക്കർക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലും ഇവിടെ നിന്ന് തൊള്ള തുറന്നാൽ അകത്ത് കിടക്കുമെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയും കള്ളക്കേസും കൊണ്ട് അബൂബക്കർക്ക് പിന്തുണച്ചുകൊണ്ട് IG ഹമീദ് വന്നാൽ IGയുടെ തൊപ്പി തെറിക്കും, അത് ശാലിനി തെറിപ്പിക്കുകയും ചെയ്യും. ഇനി നൂർജഹാനും അനൂപും സുഖമായി ജീവിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.